ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. കഴിഞ്ഞ നമ്മുടെ വീഡിയോ മോംസ് ഹബ്ബിലെ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ റൂം ടൂറും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിക്കാമെന്ന്. അങ്ങനെ പറഞ്ഞു പോയിട്ട് ഇപ്പോൾ 3 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ദിവസത്തെ പാക്കേജാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ മോംസ് ഹബ്ബിലെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നമ്മൾ സ്ത്രീകൾക്ക് വളരെ ഉപകാരമായിട്ടുള്ള ഒരു പ്രസവാനന്തര ചികിത്സയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കെല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആവും ഇത്. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലെ മുട്ടിപ്പാലം അവിടെ മനസ്നേഹ ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് മോംസ് ഹബ്ബ് ഉള്ളത്. ഇവിടെ പ്രസവാനന്തര ചികിത്സ മാത്രമല്ല, വന്ധ്യത മുതൽ എല്ലാ സ്ത്രീ രോഗങ്ങൾക്കുമുള്ള ഒരു കംപ്ലീറ്റ് ഫീമെയിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സെൻറ്റർ കൂടിയാണിത്. ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക്, ഗൈനക്കോളജി OP, ജനറൽ OP, ആർത്തവ രോഗങ്ങൾ, അത് പിന്നെ കൂടാതെ ഹെർബൽ കോസ്മെറ്റോളജി ആൻഡ് സ്കിൻ കെയറും അതിനുള്ള ട്രീറ്റ്മെൻ്റ് എല്ലാം ഇവിടെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ സ്ത്രീ രോഗങ്ങൾക്കുള്ള ഒരു കംപ്ലീറ്റ് സൊല്യൂഷനാണിവിടെ. അപ്പോൾ ഈ കാണുന്നതാണ് മോംസ് ഹബ്ബിൻ്റെ ഡെലിവറിക്ക് ശേഷമുള്ള ട്രീറ്റ്മെൻറ്റും സ്റ്റേയും ഒക്കെ ഇവിടെയാണ്. പിന്നെ ഇവിടെ എടുത്തു പറയാനുള്ളത് 24 hours ഡോക്ടർ ഫെസിലിറ്റി ഉണ്ട്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള 2 ഡോക്ടേഴ്സിന് എപ്പോഴും ഉണ്ടായിരിക്കും. നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വരികയാണെങ്കിലും അവരെ വിളിക്കാം. പിന്നെ ഡെയിലി അവർ റൗണ്ട്സിന് വരുന്നതാണ് റൂമിലേക്ക്. സബിത ഡോക്ടറും റോഷ്ന ഡോക്ടറും നല്ല ഡോക്ടേഴ്സാണ്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരാളോട് എങ്ങനെ സംസാരിക്കുന്നു അതുപോലെയാണ് ഡോക്ടറോട് സംസാരിക്കുമ്പോൾ. നല്ല ഫ്രണ്ട്ലിയാണ്. മലപ്പുറം റൂട്ടിൽ മെയിൻ റോഡിനടുത്താണ് ഇതുള്ളത്. എന്നാലും നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അധികം ഒച്ചയും ബഹളമൊന്നും നമുക്ക് ഉള്ളിലേക്കൊന്നും കേൾക്കില്ല. മോംസ് ഹബ്ബിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല രീതിയിൽ തന്നെ ഇവരിത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടെറസിലൊക്കെ ഒരുപാട് ചെടികളുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ കാണുന്ന ഇതാണ് കിച്ചണ്. അതുപോലെ ഇവിടെ സ്റ്റാഫുകൾക്ക് നിൽക്കാനുള്ള സ്ഥലവും ഉണ്ട്. അപ്പോൾ ദൂരെ നിന്നുള്ള സ്റ്റാഫുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഡെയിലി പോയി വരാവുന്ന അടുത്തുള്ളവരും ഉണ്ട്. ഇനി ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. കുളി കഴിഞ്ഞൊക്കെ വന്നപ്പോൾ താഴേക്ക് ഇറങ്ങിയതാണ്. നല്ല ചൂടുണ്ട്. ഈ ചേച്ചിയെ ഞാനും നല്ല ബെസ്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മിസ് ചെയ്യുന്നു. പോരാൻ സമയം ഒന്ന് കണ്ട് യാത്ര പറയാനൊന്നും പറ്റിയില്ല. ഈ വീഡിയോ എടുത്തതിൻ്റെ പിറ്റേ ദിവസമാണ് നൗഷുക്ക സൗദിയിലേക്ക് പോയത്. പിന്നെ ഒരാഴ്ചയോളം ഞാനും എൻ്റെ അനിയത്തിയാണ് ഇവിടെ നിന്നിട്ടുണ്ടായത്. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും കുഞ്ഞിനെ കുളിപ്പിക്കുന്ന ഏരിയയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഫുഡിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. ഇനി ഞങ്ങളുടെ പുതിയ ഹോം ടൂർ കാണിക്കാം. കയറി വരുമ്പോൾ ഫസ്റ്റായിട്ട് തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ സോഫ സെറ്റും TV-യും അതുപോലെ ടേബിളൊക്കെ ഓരോ ടൈമിലും ഫുഡ് ഇവിടെ ടേബിൾ മേൽ കൊണ്ടുവന്ന് വെക്കും. ഇവിടെയാണ് വാഷിംഗ് ഏരിയ. ഇതിൻ്റെ സൈഡിലായിട്ടാണ് 2 റൂമും വരുന്നത്. ഞങ്ങൾ ഒരു റൂമാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഫാമിലിയിൽ നിന്ന് തന്നെ 2 റൂം എടുക്കുന്നവരും ഉണ്ട്.
ആദ്യം ഞാനിവിടെ ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് എൻ്റെ നാത്തൂനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏകദേശം സെയിം ഡെലിവറി ഡേറ്റ് കുറച്ച് ദിവസങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരുമിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് 2 റൂമും ഒരുമിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വരാൻ ലേറ്റ് ആയപ്പോൾ അവൾ വന്ന് 1 മാസം നിന്ന് പോയി. അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് തന്നെ 2 ഡെലിവറി ഒക്കെ വരുമ്പോൾ ഇതുപോലെ ഒരുമിച്ച് നിൽക്കുക. ഒരു റൂം മാത്രമാണെങ്കിൽ അങ്ങനെ നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ മറ്റേ റൂം അവർ ക്ലോസ് ചെയ്തിടും. അപ്പോൾ ഇതാണ് ഒരു റൂം. ഇതുപോലെ തന്നെയാണ് കേട്ടോ മറ്റേ റൂമും വരുന്നത്. ഇവിടുത്തെ ടോയ്ലറ്റ് ഏരിയ നല്ല വൃത്തിയുള്ളതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതുമാണ്. ഈ ഒരു ബാസ്ക്കറ്റിൽ നമ്മൾ കുഞ്ഞിൻ്റെ അലക്കാനുള്ളത് മാത്രമാണ് ഇടുന്നത്. നമ്മുടേതൊക്കെ കിച്ചണിലൊരു ബാസ്ക്കറ്റ് ഉണ്ട് അവിടെ കേട്ടോ. അപ്പോൾ കിച്ചൺ കാണിക്കുമ്പോൾ ഞാൻ കാണിക്കാം. പിന്നെ ഡെയിലി ക്ലീനിങ്ങിന് വരും. ബെഡ്ഷീറ്റ് എല്ലാം മാറ്റും, അടിച്ചു വാരും, തുടക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നിൽക്കും. പിന്നെ ഈ ജന്തുക്കളും അങ്ങനത്തെ പ്രാണികളും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് പുകയ്ക്കലും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ ഈ കനലിൽ അവരെന്തോ അതിനുള്ള ഒരു മരുന്നിട്ടിട്ട് റൂമിലൊക്കെ ഒന്ന് പുകയ്ക്കും. അത് വൈകുന്നേര സമയങ്ങളിലാണ് ചെയ്യൽ. ഡോറ് തുറന്ന അടുത്ത് തന്നെ ഈ ഒരു സൈഡിലായിട്ട് ഫ്രിഡ്ജ് വരുന്നത്. പിന്നെ ഇതാണ് കുടിവെള്ളത്തിനുള്ളത്. നമ്മുടേതും കൂടെയുള്ള ബൈസ്റ്റാൻഡറിൻ്റെയും അലക്കാനുള്ളത് ഈ ഒരു ബാസ്ക്കറ്റിലാണ് ഇടേണ്ടത്. പിന്നെ ഇവിടെ ചെറിയ 2 ബാസ്ക്കറ്റ് ഉണ്ട്. ഒന്ന് ഫുഡ് വേസ്റ്റ് ഇടാനും മറ്റൊന്ന് പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു പാക്കേജിൽ ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കെന്തെങ്കിലും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല, കൂടെയുള്ള ബൈസ്റ്റാൻഡർക്കോ ഒക്കെ വേണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ നമുക്കിതുപോലെ സാധനങ്ങൾ വാങ്ങിയിട്ടും പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടുന്ന് കുക്ക് ചെയ്യുക. ബൈസ്റ്റാൻഡർക്ക് 3-4 നേരത്തെ ഫുഡാണുള്ളത്. അതായത് രാവിലെ, ഉച്ചക്കും, വൈകിട്ടുള്ള ചായയും രാത്രിയത്തെ ഫുഡും. നമുക്കതിനിടയിൽ 11 മണിയാവുമ്പോൾ 5 മണിയാവുമ്പോൾ അങ്ങനെയൊക്കെ ഇടയിൽ വരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ വിശപ്പ് തോന്നൂല കേട്ടോ തീരെ. ഇന്ന് രാവിലെ ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറും ആയിരുന്നു. പാൽച്ചായ ഇതുപോലെ ഫ്ലാസ്കിലാക്കി കൊണ്ടുവരും. അതിൽ മധുരം ഇടില്ല കേട്ടോ. മധുരം ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തരും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മോന് കഴിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് കൊണ്ടുപോകാത്തത്. പിന്നെ ഒരു 10-11 മണിയാകുമ്പോൾ ഇതുപോലെ, ഇന്നിപ്പോൾ ചീരാക്കഞ്ഞിയാണ്. തേങ്ങയും ചെറിയ ജീരകം അരച്ച് കഞ്ഞിയിൽ ചേർത്തിട്ടുണ്ടാക്കുമല്ലോ, അതാണ്. അതിൻ്റെ കൂടെ വെണ്ടക്ക ഉപ്പേരിയുണ്ട്. ഫുഡൊക്കെ എന്നും ഒരേ രീതിയിലായിരിക്കില്ല, ഓരോ ദിവസവും ചേഞ്ച് ഉണ്ടായിരിക്കും. ഫുഡെല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. എനിക്കിവിടുത്തെ കേരള മീൽസാണ് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. മീൻ ഫ്രൈയും സാമ്പാറും ഉപ്പേരിയൊക്കെ ആയിട്ട് കൊണ്ടുവരും. അതാണ് നല്ല ടേസ്റ്റാണ് കറികൾക്കൊക്കെ. പിന്നെ ഈ ഒരു കൺമഷി ഇത് ഇവിടുന്ന് തന്നതാട്ടോ. കണ്ണെഴുതിയാൽ നല്ല ബ്ലാക്ക് കളറുണ്ട്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം കുഞ്ഞിനെയൊക്കെ കൂട്ടിയിട്ട് മുകളിൽ പാർക്കിൽ പോയി. അപ്പോൾ മക്കളെല്ലാം ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഇവർക്ക് തന്നെ കേട്ടോ പണി. ഞാൻ ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് തന്നെ പോരും. Allah
ഇതാണ് ട്രീറ്റ്മെൻറ്റ് റൂം. ഈ രീതിയിലാണ്. ഇവിടെ തന്നെ ടോയ്ലറ്റും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ക്ലിനിക്കിൻ്റെ തൊട്ടടുത്ത് വരുന്ന കിഡ്സ് ഷോപ്പാണ്. ഇവിടുത്തെ ന്യൂ ബോൺസ് തൊട്ടൊരു 2-3 ഇയേഴ്സിലുള്ള കിഡ്സിനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടുന്ന് ഞാൻ കുഞ്ഞിനുള്ള ടർക്കിയും ഷൂവ്, സോക്സ് അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഡ്രസ് കളക്ഷനും ഉണ്ട്. 10% ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ മോംസ് ഹബ്ബിൽ നിൽക്കുന്ന പേഷ്യൻറ്റിന് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ കുട്ടികളുടെ തലയിലൊക്കെ വെക്കുന്ന എയർബെൻഡ് അങ്ങനത്തെ ഐറ്റംസൊക്കെ നല്ല ഭംഗിയുള്ളതുണ്ട്. പിന്നെ അതാ മെറ്റേണിറ്റി വെയറും ഉണ്ട്. അങ്ങനെ അന്ന് രാത്രിയിലാണ് വേനൽമഴ ആദ്യമായിട്ട് കിട്ടിയത്. ഞങ്ങളൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് നല്ല സൗണ്ടും കാറ്റൊക്കെ അങ്ങനെ കറണ്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ജനലൊക്കെ തുറന്ന് നോക്കിയപ്പോഴാണ് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. കറണ്ട് പോവുക വരിക ആ ഒരു ഇതായിരുന്നു. കണ്ടില്ലേ, മിന്നലൊക്കെ ഉണ്ട്. പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ റൂം ചേഞ്ച് ആയിട്ടുണ്ട് ഇന്നലെ. അതിലേക്ക് 2 റൂമിലേക്കും ഒരു ഫാമിലി അങ്ങനെ 2 റൂമും ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്ലാറ്റിൽ ഒറ്റ റൂമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞങ്ങളെ മാറ്റി. പിന്നെ ഞങ്ങൾക്ക് പോരാൻ 2 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ കേട്ടോ. ഈ ഒരു റൂം ഫ്രണ്ടിലേക്കുള്ള വ്യൂ വരുന്നതുകൊണ്ട് ഫുള്ളായിട്ട് ഗ്ലാസ് ഇട്ടിട്ട് റൂമിൽ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു വ്യൂ ആണ്. ഇന്നലെ നല്ല മഴ പെയ്തു കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് തണുത്ത്, അത്രയും നല്ല ചൂടായിരുന്നല്ലോ. അപ്പോൾ ഫസ്റ്റിൽ കിട്ടിയ മഴയാണ്. ഇവിടുന്ന് ഇങ്ങനെ ജനലൊക്കെ തുറന്ന് താഴേക്കൊക്കെ നോക്കാൻ നല്ല രസമാണ്. ടെറസിലൊക്കെ ഒരുപാട് ചെടികളൊക്കെ. അപ്പോൾ ഇത് ഞാൻ വൈകുന്നേരമാണ് എടുത്തിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് നല്ല മഴ വരുന്നുണ്ട്. മഴ വരുന്നത് കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ഏറ്റവും മേലെ പോയി നിന്നു കേട്ടോ. പാർക്കൊക്കെ ഉള്ള അവിടുന്ന് നോക്കുമ്പോൾ നല്ല രസമാണ്. നല്ല കാറ്റും ഉണ്ടായിരുന്നു. നല്ല ഒരു അത്രയും ചൂടത്ത് നിന്ന് നമുക്ക് ഈ ഒരു മഴ കിട്ടുമ്പോൾ ശരിക്കും പടച്ചോനെ സ്തുതിച്ചു പോകും. അൽഹംദുലില്ലാഹ്. അങ്ങനെ മോംസ് ഹബ്ബിലുള്ള നല്ല ദിവസങ്ങൾ കഴിയാറായി. ഈ ഒരു സമയത്ത് നമുക്ക്, അതായത് ഡെലിവറിക്ക് ശേഷം നല്ലൊരു കെയറും അതുപോലെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനും അതിൽ നിന്നൊക്കെയുള്ള ഒരു റിലീഫ് കിട്ടാനും ഈ ഒച്ചയും ബഹളവും അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ നമുക്കൊരു എന്താ പറയുക, നല്ലൊരു ആശ്വാസം കിട്ടാനൊക്കെ ഇതുപോലുള്ള സെൻറ്ററിൽ വന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടും ബെസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഈ ഒരു ദിവസങ്ങളെല്ലാം ഒട്ടും ബോറടിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഇവിടെ നല്ലൊരു ഹോംലി ഫീലും അതുപോലെ എല്ലാവരും നല്ല കമ്പനിയും ഒക്കെ ആയതുകൊണ്ട് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും ഒക്കെ നല്ല ഉഷാറായിരുന്നു. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ 4ാമത്തെ ഡെലിവറിക്കാണ് ഞാൻ ഈ ഒരു പോസ്റ്റ്നാറ്റൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളത്. മുമ്പത്തേതിനൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ്. വീട്ടിൽ ഒരാളേന് ഫുള്ളായിട്ടും ഒരു 40 ദിവസത്തോളം ഒരാളെ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊട്ടും കംഫർട്ടായിരുന്നില്ല.
സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബാക്കി രണ്ടാളതിനും കുളിപ്പിക്കാനും അലക്കാനും മാത്രം വന്ന് പോകുന്ന നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ പോകുന്ന ഒരാളുണ്ട്. അപ്പോൾ അവരെ വിളിച്ചേക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഡെലിവറിക്ക് ശേഷം ഈ 2 രീതിയിലുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും നല്ലതായിട്ടും ഇഷ്ടപ്പെട്ടതും പോസ്റ്റ്നാറ്റൽ കെയറിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തതാണ്. ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടല്ല കേട്ടോ, എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഞങ്ങൾ മോംസ് ഹബ്ബിലെ 21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ദിവസമാണ്. അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് ഉച്ചകത്തെ ഫുഡ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ബില്ലൊക്കെ സെറ്റിൽ ചെയ്യാണ്. അപ്പോൾ ഇക്ക പോയതുകൊണ്ട് തന്നെ ഉപ്പയാണ് എന്നെ കൂട്ടാൻ വന്നിട്ടുള്ളത്. ഇതാണ് കേട്ടോ സബിത ഡോക്ടർ. അപ്പോൾ ഞങ്ങൾ യാത്രയൊക്കെ പറയുകയാണ്. ഇൻഷാ അല്ലാ ഇനിയെല്ലാം ഒന്ന് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടേക്കൊന്ന് വരണം, എല്ലാവരും ഒന്ന് കാണണം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് മോംസ് ഹബ്ബിൽ നിന്നിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ്. ഇനി അങ്ങോട്ട് ലേറ്റ് ആവാതെ വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോസുകൾക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടായിരിക്കണം. ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇനി വീട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. ഈ ഒരു വീഡിയോ ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അസ്സലാമു അലൈക്കും.